ശ്രീ എൻ വി ബാലകൃഷ്ണൻ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ അതിൻ്റെ ഓരോ വിവരങ്ങളായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുസ്തകം കൂടി പുറത്തിറങ്ങാനിരിക്കുന്നു. എന്താണ് നിങ്ങൾ ആശങ്കപ്പെടുന്നത് ഇക്കാര്യത്തിൽ? ഇപ്പോൾ കെ രമയുടെ പ്രതികരണം രാവിലെ കേട്ടു. ഒഞ്ചിയത്തിൻ്റെ ഒരു തുടർച്ച ആശങ്കപ്പെടുന്നു എന്ന്. സ്മൃതി, എനിക്കൊരല്പം സമയം തരണം. ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശരി. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരർത്ഥത്തിൽ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള രാധാകൃഷ്ണൻ പട്ടാനൂർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. രാധാകൃഷ്ണൻ പട്ടാനൂരുമായിട്ടൊരു അകന്ന ബന്ധം അല്ലെങ്കിൽ ഒരു പരിചയം എനിക്കുണ്ട്. ഞാൻ ദേശാഭിമാനിയുടെ കോഴിക്കോട് കൊയിലാണ്ടി ലേഖകനായിരുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂർ ദേശാഭിമാനിയിലുണ്ട്. അദ്ദേഹം ദേശാഭിമാനിയിൽ നിന്ന് പുറത്തു പോയി വേറൊരു പത്രത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ദേശാഭിമാനിയിൽ നിന്ന് പുറത്തു പോകാനിടയായിട്ടുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. അന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാടൊക്കെ ഉണ്ട്. ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല. അന്ന് ഈ രാധാകൃഷ്ണൻ പട്ടാനൂർ എന്ന് പറയുന്ന ആൾ വലിയ പാർട്ടി വിരുദ്ധനായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതിൻ്റെ ഭാഗമായി ദേശാഭിമാനിയിൽ നിന്നൊക്കെ പുറത്തു പോകേണ്ടി വന്നു വന്ന ഒരാളാണ്. അന്ന് പക്ഷേ രാധാകൃഷ്ണൻ ചെയ്തതൊക്കെ വളരെ വലിയ കാര്യമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ നൈതികതയ്ക്ക് വേണ്ടി നിന്നതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിലപാട് സ്വീകരിക്കുന്നവരൊക്കെ പാർട്ടിയെ വഞ്ചിക്കുന്നവരാണ്, ഒറ്റുകൊടുക്കുന്നവരാണ്, പാർട്ടിയുടെ താല്പര്യങ്ങൾ ബലികഴിക്കുന്നവരാണ്, വർഗ വഞ്ചകരാണെന്നൊക്കെയാണ്. അതായത് തൻ്റെ അവസരത്തിന് വേണ്ടി കാര്യങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ മിനിമമായ ഭാഷയിൽ പറഞ്ഞ ഒരു മാന്യമായ പ്രവൃത്തിയല്ല. ഞാൻ മറ്റു കാര്യങ്ങൾ അതിലേക്ക് പോകുന്നില്ല. ഇനി അദ്ദേഹം ഉന്നയിച്ച ചില പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാമല്ലോ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. രാധാകൃഷ്ണൻ, ഞങ്ങളിതൊക്കെ പുറത്തിരുന്ന് കേട്ടോണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. ആ കേട്ടോണ്ടിരിക്കുന്നതിൽ എന്തു മറുപടിയാണ് രാകേഷ് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് ഒരു പൈസയുടെ തിരിമറിയും നടന്നിട്ടില്ല, ഒരു പൈസയും ആരും വെട്ടിച്ചിട്ടില്ല. അങ്ങനെ ഒരു അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകനാവേണ്ടത് അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതല്ലാതെ ഒരു ഉന്നയിച്ച ഒരു ആരോപണത്തിനുള്ള വിശദീകരണമല്ല. കുഞ്ഞികൃഷ്ണൻ സഖാവ് വളരെ കൃത്യമായി എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ നടന്നത് എന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് എങ്ങനെയാണ് വെട്ടിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 29.4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എടുത്തിട്ട് 34.4 ലക്ഷം, അതായത് 5 ലക്ഷം രൂപയുടെ അധികം വെച്ചിട്ടുള്ളൊരു ബില്ല് എഴുതിയതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയല്ല എന്ന് രാധാകൃഷ്ണൻ പട്ടാനൂരോ രാകേഷോ പറഞ്ഞിട്ടില്ല. അതുപോലെ ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ ഞാൻ പലതവണയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് അതിന് മാത്രം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലോരോ വിശദാംശങ്ങളെ പോകുന്നില്ല. സ്മൃതി അനുവദിക്കുകയാണെങ്കിൽ ഓരോന്നും എനിക്ക് കൃത്യമായിട്ട് പറയാനും പറ്റും. അപ്പോൾ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല. അതിന് പകരം മുട്ടാപ്പോക്കുകൾ പറയുക, ആളുകളെ ഭീഷണിപ്പെടുത്തുക, വീടിന് മുമ്പിൽ പ്രകടനം നടത്തി ഭയപ്പെടുത്താൻ നോക്കുക, ഇതൊക്കെയല്ലാതെ ഉന്നയിച്ച പ്രശ്നത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. രാധാകൃഷ്ണൻ പട്ടാനൂർ ഇപ്പോൾ പറഞ്ഞോ, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 20 റെസീറ്റ് ഉപയോഗിച്ച് 23.4 ലക്ഷം ഉറുപ്പിക പിരിച്ചതായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുമ്പിലുള്ള കണക്ക്, നമ്മുടെ മുമ്പിലുള്ള കണക്ക്, പുറത്തു വന്ന കണക്ക്. ഇന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ പയ്യന്നൂരിൽ നിന്ന് പുറത്തു വന്നാണ്. ഒരുപാട് പയ്യന്നൂരിലെ വാർത്താ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 20 പേരിൽ നിന്ന് 23.4 ലക്ഷം ഉറുപ്പിക പിരിച്ചു. അതിനർത്ഥം ഒരാളിൽ നിന്ന് 1 ലക്ഷത്തിലധികം ഉറുപ്പിക പിരിച്ചു. രാധാകൃഷ്ണൻ പാർട്ടിക്കാരനാണെന്നാണല്ലോ പറയുന്നത്. ഒരു പാർട്ടി സഖാവിന് അങ്ങനെ പിരിക്കാൻ അനുമതിയുണ്ടോ? അല്ല, ഈ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രത്യേക അവകാശമുള്ളവരും അങ്ങനെ അവകാശമില്ലാത്ത കീഴാളരും അങ്ങനെ പാർട്ടിക്കകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇത് പിരിച്ച ആളുകൾ ഗുരുതരമായ തെറ്റ് കാണിച്ചിട്ടുണ്ട്, അവർക്കെതിരായി നടപടി സ്വീകരിക്കണം. അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചായിട്ട് നിങ്ങൾ പറയുന്നുണ്ടോ? അതായത് നടന്നത് മുഴുവൻ വഴിവിട്ട പ്രവർത്തനമാണെന്ന് തലയിൽ ആൾപ്പാർപ്പുള്ള ഏതു മനുഷ്യനും കൃത്യമായിട്ട് അറിയാം. അതിനെ വീണ്ടും സാധൂകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നത് വസ്തുതാപരമായ കാര്യമല്ല. പിന്നെ പാർട്ടി രീതിയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം. പാർട്ടി രീതി എന്ന് പറഞ്ഞാൽ പാർട്ടി പണം പിരിക്കും, കമ്മിറ്റി അംഗീകരിക്കും. അങ്ങ് പണം പിരിച്ചിട്ടുണ്ടോ, കമ്മിറ്റിക്കകത്ത് ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ദീർഘകാലം പണം പിരിക്കുകയും കമ്മിറ്റിക്കകത്ത് ഇരിക്കുകയും ചെയ്ത ആളാണ്. പാർട്ടി പിരിച്ച പണം ദേശാഭിമാനി പത്രത്തിലൂടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതിൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങേക്ക് എത്ര വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്ന കാര്യത്തിന് ഇന്നെന്ന രൂപത്തിൽ പണം പിരിച്ചു, ഇന്നത് വരവ്, ഇന്നത് ചെലവ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബാധ്യസ്ഥരല്ലേ? നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ബാധ്യത, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു പരിശോധിക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ലെങ്കിൽ പിന്നെ എന്ത് മാനവികതയെക്കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസാരിക്കുന്നത്? ആരുടെ മുമ്പിലാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി കാണിക്കേണ്ടത്?
ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനുള്ള ഒരു ബാധ്യതയും ഇല്ല എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു ചാനലിൽ നിന്ന് ജില്ലാ സെക്രട്ടറി പറയുക, അത് തന്നെ രാധാകൃഷ്ണൻ പട്ടാനൂർ ഏറ്റു പറഞ്ഞാൽ അതൊക്കെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ജനാധിപത്യ ബോധമുള്ള സാമാന്യമായ വിവരമുള്ള മനുഷ്യർ അംഗീകരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതെന്തൊരു അസംബന്ധമാണ് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അതിന് അദ്ദേഹം കണ്ടുപിടിക്കുന്ന മറ്റൊരു ന്യായീകരണം എന്താണ്? അപ്പുറത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ MLA പറഞ്ഞത് അയാൾ ഫണ്ട് പിരിച്ച് മുക്കുന്ന പാർട്ടിയാണ്. ഞാൻ ഈ കേരളത്തിലെ ഫണ്ട് പിരിച്ച് മുക്കുന്നതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ കോൺഗ്രസിന് ഫണ്ട് പിരിക്കുന്ന പാരമ്പര്യമില്ല എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്നാൽ പിന്നെ രാധാകൃഷ്ണൻ പട്ടാനൂരിനെ കോൺഗ്രസിലെങ്കിൽ ചേർന്നാൽ പോരെ? കോൺഗ്രസിന് മുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മുക്കുന്നതാണെന്നാണോ പറയാൻ പറ്റുന്നത്? അത് അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ അതാണ് യോഗ്യത ആർക്കും ഉണ്ട്. ഏത് ഇന്ത്യൻ പൗരനും ചോദിക്കാൻ അവകാശമുണ്ട്, അത് ചോദിക്കാം. ഞാൻ പറയുന്ന പ്രശ്നം എന്താണ്? കോൺഗ്രസ്സുകാർ മുക്കിയതിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മുക്കാൻ അവകാശമുണ്ട് എന്നുള്ള രൂപത്തിൽ അതിനെ സാധൂകരിച്ചു പോകാൻ പാടില്ല. കാരണം ഇത് പ്രത്യേകമായൊരു പാർട്ടിയാണ്. രാധാകൃഷ്ണൻ പട്ടാനൂർ എത്ര മനസ്സിലാക്കുന്നു എനിക്കറിയാം. ഇത് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ചോരയിലും നീരിലും ഉണ്ടായി വന്നൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള കൊള്ളരുതായ്മകളും വൃത്തികേടുകളും ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ വൃത്തികേട് ചെയ്താൽ ചോദിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമായൊരു നടപടിയാണ്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നു, പാർട്ടി വളർത്തി, പാർട്ടി സ്ഥാനം കൊടുത്ത് ഒക്കെയുള്ള ആളുകൾ പാർട്ടിയെ വഞ്ചിക്കുക. എന്താണ് പാർട്ടി ജോലി കൊടുത്ത് പാർട്ടി വളർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് പുറത്തു പോകുന്നവർക്കെതിരായി സ്ഥിരമായി പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടി വളർത്തുക, ഈ പറഞ്ഞതിൻ്റെ പച്ച മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ പാർട്ടിയിൽ വന്ന് ഏതെങ്കിലും തരത്തിൽ ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ MLA ആയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടി, ബാങ്കിൽ ഒരു ജോലി കിട്ടി, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും നിങ്ങൾ അംഗീകരിച്ചുകൊള്ളാം. പിന്നെ നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എന്തൊരു ഫ്യൂഡൽ കൺസെപ്റ്റാണ് രാധാകൃഷ്ണൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പാർട്ടിക്കകത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേഡറിന് പാർട്ടി ഒരു ജോലി കൊടുത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലാക്കി ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ പിന്നീട് അയാൾ പാർട്ടിയുടെ ഒരു കൊള്ളരുതായ്മകളെക്കുറിച്ചും സംസാരിക്കാതെ പാർട്ടി അടിമയായി ജീവിതകാലം മുഴുവൻ ജീവിച്ചോളണം എന്ന് പറയുന്നതിൽ പരമ അസംബന്ധം വേറെ ഏതെങ്കിലുണ്ടോ? ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? സ്മൃതി, എനിക്ക് 1-2 കാര്യം കൊണ്ട് പറയാനുണ്ട്. എനിക്ക് അതിനുകൂടി അവസരം തരുമെന്ന് പറയാണ്. പിന്നെ 4 വർഷം മുമ്പ് പാർട്ടി ഈ കണക്കുകൾ പരിശോധിച്ച് അംഗീകരിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് CPM എന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഏത് കണക്കും പരിശോധിക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനത്തിന് അക്കൗണ്ടിങ് സമ്പ്രദായ അവകാശമുണ്ട്. കോടതി പലപ്പോഴും അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വേണ്ട കാര്യമില്ല. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണോ തെറ്റ്, അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞതാണോ തെറ്റ്, നമുക്ക് പരിശോധിക്കാൻ മാർഗമുണ്ടല്ലോ. ഇത് വെറും കണക്കല്ലേ? പാർട്ടിയുടെ ഔദ്യോഗിക രേഖകളോ മിനിറ്റ്സോ മറ്റേതെങ്കിലും തരത്തിലുള്ള നയനിലപാടുകളോ അല്ലെങ്കിൽ പാർട്ടിയുടെ രഹസ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമുക്ക് പുറത്ത് നൽകാതെ തന്നെ കണക്ക് എന്ന് പറയുന്നത് ഇത്ര റുപ്യ പിരിച്ചു, ഇത്ര റുപ്യ ചെലവഴിച്ചു, ഇങ്ങനെ ചെലവഴിച്ചു എന്നുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ്, അരിത്തമാറ്റിക്സ് ആണ്. അതൊരാൾ പരിശോധിക്കുന്നതിന് എന്താ പറ്റും? കുഞ്ഞികൃഷ്ണനെ പോലൊരു സഖാവ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? മൂന്നാമതൊരു കക്ഷി അത് പരിശോധിച്ചിട്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് തെറ്റാണ്, KK രാഗേഷ് പറഞ്ഞാണ് ശരി എന്ന് വളരെ കൃത്യമായി ആർക്കും ഇലയ്ക്കും ഉള്ളിനും കേടില്ല നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അവിടെ നമ്മളിങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ ഇത് കമ്മിറ്റി പരിശോധിച്ചാൽ മതി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാനുണ്ട്, ഒളിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള വാദങ്ങൾ നമ്മുടെ ഇതിനു മുമ്പിൽ ഇനി കൊണ്ടുവരാൻ പാടില്ല. ശരി. Debate with Smriti Parathikkad.